പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കുവാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്നും അകറ്റിക്കളയണമേ. ഞാൻ പറയാം. നിങ്ങളാണ് ഇവിടെ വയസ്സ് വെച്ചിരിക്കുന്നത് ഗുഹ്യ രോമം വരുന്നോടം വരെ കുട്ടികളെ സ്നാനപ്പെടുത്തരുതെന്ന്. ഇത് പ്രായം നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് പോകുന്നത് വേറൊരു ആശയത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഗുഹ്യ രോമം വരുന്നത് വരെ കുട്ടികളെ സ്നാനപ്പെടുത്തരുത്. ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു കാര്യം പറയാം, അവർക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല യഥാർത്ഥത്തിന്റെ ഇതിന്റെ ബേസിക് പോയിന്റ് കിടക്കുന്നത്. ഈ പഠനം വരുന്നത് ഗുഹ്യാരോമത്തിൽ നിന്നാണ്. അത് വേറൊരു ഐഡിയോളജിയിലുള്ള നിയമങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഡാനിയേലച്ചൻ പറയുന്നതല്ല. ഇങ്ങനെ സഭയിലെ പിതാക്കന്മാര് വ്യാഖ്യാനിച്ചത് ഇങ്ങനാണ്. എന്റെ ധർമ്മൻ ഗുഹ്യർ എന്ന് പറഞ്ഞാൽ ഹെയറിന്റെ പ്രൈവറ്റ് പാർട്ടാണോ ഉദ്ദേശിച്ചത്? വിളിച്ചോണ്ടോ മറുപടി പറയാം. ഞാനല്ലേ പറഞ്ഞ ഇപ്പൊ ചോദിച്ചോണ്ട് അതിലില്ല നടന്നിട്ട് കാര്യമില്ല. മറുപടി ഫുഡ് ഉള്ളടത്ത് പോയി അന്വേഷിച്ചാലേ ഫുഡ് കിട്ടുള്ളൂ, അല്ലാണ്ട് ഫുഡ് ഇല്ലാത്തടത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഒന്ന് കൈയടിച്ചേ. കൊള്ളാം. എന്താണ്? ഫുഡ് ഉള്ളടത്ത് പോയി അന്വേഷിച്ചാലേ ഫുഡ് കിട്ടുള്ളൂ, അല്ലാണ്ട് ഫുഡ് ഇല്ലാത്തടത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാനല്ലേ ഇത് പറഞ്ഞത്. അപ്പൊ അതിന്റെ ചോദ്യം ഇങ്ങോട്ട് തന്നെ വേണം ചോദിക്കാൻ, അല്ലാണ്ട് അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഞാനാ പറഞ്ഞെങ്കിൽ അത് എന്നോട് ചോദിക്കണം, അതിനുള്ള ആർജവം കാണിക്കാം. അതൊരു വലിയ കഥയാ. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചുരുക്കി പറയാം. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു സി ടീമാണ്. നിങ്ങൾ അവിടെ നിന്നാണ് എസ്കറ്റോളജിയും പരിപാടികളും ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഈ 1901 മുതൽ ഈ സ്ഥാപിക്കപ്പെട്ട ഈ പെന്തക്കോസ്ത് സമൂഹം കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് ഇസ്ലാമിൽ നിന്നാണ്. എല്ലാം ഹറാമാണ് നിങ്ങൾക്ക്. അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം, ഖുർആനിൽ പറയുന്ന ഈസാ നബിയാണോ ബൈബിളിലെ യേശു ക്രിസ്തു? ഖുർആനിലെ മറിയമാണോ ബൈബിളിലെ മറിയം എന്നാ ചോദിച്ചേ. എടുത്ത വായിക്ക് ഞാൻ അതിന് മറുപടി യെസ് എന്നേ പറയുള്ളൂ, ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരെതിർത്താലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അച്ഛൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയും തികഞ്ഞ കത്തോലിക്കനുമാണ്. പാട്ട്, ഡാൻസ്, പിന്നെ ചിത്രം ഉണ്ടാക്കാൻ പാടില്ല, ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, മദ്യം കഴിക്കാൻ പാടില്ല, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്ലാമിൽ നിന്നാണ്, കടമെടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഇസ്ലാമിക വിശ്വാസക്കാർ. അത് തന്നെയല്ല യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും എന്താണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്, ആ ഒരു എസ്കറ്റോളജിയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടുത്തെ കന്യകാ മാതാവായ മറിയത്തെ ആദരിക്കുകയും ചിലപ്പോഴൊക്കെ അവളെ ഭക്തിപൂർവ്വം വിളിക്കുകയും ചെയ്യുന്നു. അപ്പൊ സഭയുടെ ഡോക്യുമെന്റ് പറയുന്നത്, ഖുർആനിൽ പറയുന്ന ഈസാ നബിയെ അവര് നബിയായി കാണുന്നു, പക്ഷെ ബൈബിളിൽ നമ്മൾ അദ്ദേഹത്തെ ദൈവമായി കാണുന്നു. ഖുറാനിൽ പറയുന്ന മറിയത്തെ സാധാ ഒരു സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഭക്തിയോടെ കാണുന്നു, പക്ഷെ അതിലും വലുതായിട്ട് ദൈവമാതാവായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഒന്നാണെന്നാണ് സഭയുടെ പഠനം. അതുകൊണ്ടാണ് ഈ പ്രായപൂർത്തിയാകാത്തവരെ ഗുഹ്യാരോമം വരുന്നോടം വരെയൊക്കെ ഇങ്ങനെ വീട്ടില് ഒരു വിജാതീയനായി വളർത്തി, മൂക്കിന് താഴെ വളർത്തി, അവൻ മരിച്ചു പോയാൽ അവന്റെ അവസ്ഥ എന്താണെന്ന് ആരും ചിന്തിക്കാണ്ട് അങ്ങനെയൊക്കെ ഒരു വിജാതീയനായി വളർത്തിക്കൊണ്ട് ഒരു പെന്തക്കോസ് എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്തുകൊണ്ട് ഇസ്ലാമിക ഐഡിയോളജി തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന, എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ട്രിനിറ്റിയിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ആ ദൈവം കൊടുക്കുന്ന അഭിഷേകമാണ്. പക്ഷേ രണ്ടാമത്തെ ആൾ സ്ഥാപിച്ച സഭയെ തെറി വിളിച്ചുകൊണ്ട് ഇതിലെ നടക്കുന്നത്. അപ്പൊ ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആളായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയെ തെറി വിളിച്ചുകൊണ്ട് ഇതിലെ നടക്കുന്നത്. അപ്പൊ ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആളായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയെ പരിശുദ്ധാത്മാവ് തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ട്രിനിറ്റിയിൽ തന്നെ കോൺട്രഡിക്ഷനായി. അപ്പൊ ഇവിടെ പറയുന്ന അഭിഷേകം സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു സ്ഥാപിച്ച സഭയെ തെറി വിളിക്കുമ്പോൾ അവനോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, സാവൂൾ സാവൂൾ നീ എന്തിനെ പീഡിപ്പിക്കുന്നു? അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പെന്തക്കോസ്തുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേര് ഈ ബൈബിൾ കൊടുത്ത് കഷത്തി വെച്ചുകൊണ്ട് കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ അപ്പസ്തോലിക്ക സഭയെ തെറ്റു പറയുമ്പോൾ, അതിനെ കൂക്കു വിളിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. ഈ തിരിച്ചറിവില്ലാതെയാണ് ഇവിടെ കിടന്നുകൊണ്ട് പെന്തക്കോസ്തുകാർ കിടന്ന് അലറി വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതാ സഭയുടെ ഉള്ളിൽ നിന്ന് സാത്താൻ
പല തരത്തിലുള്ള വിപരീത ശക്തികളെ ഉയർത്തിവിട്ട്. അപ്പൊ അത് ആത്മീയമായ കൊലപാതകം ചെയ്ത് നടക്കുന്ന പെന്തക്കോസുകാരാണ്. ശാരീരികമായി കൊല്ലുന്ന ഒരു കൂട്ടരുപടിയുണ്ട്, അവരെ നമുക്ക് പേടിക്കണ്ട. പക്ഷെ ആത്മീയമായി കൊല്ലുന്ന, വിശ്വാസപരമായി കൊല്ലുന്ന പെന്തക്കോസുകാരെ സൂക്ഷിക്കുക. അവർ കത്തോലിക്കരല്ല എന്ന് തീരുമാനിച്ചു. കാരണം കത്തോലിക്കരാണെങ്കിൽ ആ പണിക്ക് പോകത്തില്ല, അവന് നാണക്കേടാ. അവൻ ഈശോ മിശിഹാ രക്ഷകനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാക്കാർഡും പിടിച്ച് നട്ടുച്ച വെയിലത്ത് വെയിൽ കൊള്ളാനെന്ന് അവനെ കിട്ടത്തില്ല, നമ്മുടെ പിള്ളേരെ. പക്ഷെ അവരേതോ പെന്തക്കോസ് ഗ്രൂപ്പിലെ വേണ്ട പിള്ളേരാ. ഓക്കെ, ഇനി ചിറ്റിനെപ്പള്ളി മറുപടി പറയും. ബാബു ഒരു മിനിറ്റ്, ബാബു സാർ ഒരു മിനിറ്റ്. യു ഷുഡ് ബി അഷെയിംഡ് ഓഫ് ദിസ്. ഓക്കെ, നിനക്ക് നാണം ഉണ്ടാവണം. എനിക്ക് നാണം എന്തെങ്കിലും ആയിക്കോട്ടെ. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. വേദനിച്ചല്ല, നിന്റെ നിലവാരം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നിന്റെ നിലവാരം എന്താണെന്ന് ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ നിന്റെ നിലവാരം, നിന്റെ പാരമ്പര്യം, നിന്റെ രാജരക്തത്തിന്റെ ഒക്കെ നിലപാട്, നിന്റെ രാജരക്തത്തിന്റെ നിലപാട് എല്ലാവർക്കും മനസ്സിലായോ? നിന്റെ രാജരക്തം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിനക്ക് വേദനിച്ചെങ്കില് നിന്റെ വേദനയ്ക്ക് കാരണം നിനക്ക് അടി കിട്ടിയെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് അടി കിട്ടിയത്. അതുകൊണ്ട് നീ വേദനിച്ചെങ്കിൽ സൈഡ് മാറിയെന്ന് കരഞ്ഞോ. അപ്പസ്തോലിക സഭയെ ചൊറിയാൻ വരരുത്. അപ്പസ്തോലിക സഭയും കത്തോലിക്ക സഭയും ഒക്കെ കൃത്യമായിട്ട് വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഏത് കാര്യമാണ് അപ്പസ്തോലിക സഭയിൽ വചനമല്ല ജീവിക്കുന്നതെന്ന് കാണിച്ചു തരണം. അപ്പൊ ക്രിസ്ത്യാനിയാണ്. ഈ ദിവസങ്ങളിൽ ഒരു വാട്സപ്പ് വന്നത് ഞാൻ ഓർക്കുകയാണ്. അഭയ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ആരും കൊന്നതുമല്ല, ഞാനൊട്ട് ആത്മഹത്യ ചെയ്തതുമല്ല. ഒരു കള്ളനെ കണ്ട് ഞാൻ പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ്. എവിടെയോ എന്തോ ഒരു തകരാറ്. വേദനിച്ചെങ്കിൽ കോഴികട്ടവന്റെ തലയിൽ പപ്പുണ്ടെങ്കിൽ നിനക്ക് വേദനിച്ചെങ്കിൽ അത് കാരണം നിന്റെ കയ്യിലിരിപ്പാണ്. നീ അതിലൊരാളാണ് ആയതുകൊണ്ടാണ് നിനക്ക് വേദനിച്ചത്. അതിനുള്ള ഉത്തരവാദിത്തമാണ് കത്തോലിക്ക സഭയ്ക്ക് ഈ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലാണ്ട് നേരിട്ട് വന്ന് ജനങ്ങളെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഞങ്ങൾക്ക് ആർജവമുണ്ട്. എടാന്ന് വിളിച്ചാ പോടാന്ന് വിളിക്കാനുള്ള തന്റെ അടുത്തോടു കൂടി അവിടെ ഇരിക്കുന്നത്. ഖുർആനിൽ പഠിപ്പിക്കുന്ന ഈസാൻ നബിയും ബൈബിളിൽ പറയുന്ന യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്ക് ആണെന്ന് പറയണം. അതുകൊണ്ട് ഈ കളി കൊണ്ട് ഇന്നലെ കുരുത്ത അസൂസ സ്ട്രീറ്റിൽ ഇന്നലെ കുരുത്ത കുരുപ്പുകളൊന്നും ഇവിടെ കിടന്ന് വലിയ നാടകം കളിച്ചിട്ട് കാര്യമില്ല. 2000 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന, ലോകത്തിന് ഉപ്പും പ്രകാശമായി നിലനിൽക്കുന്ന സഭയോട് കളിച്ചിട്ട് കാര്യമില്ല മക്കളെ. എത്ര കിടന്ന് കളിച്ചാലും കുരുപ്പ് തന്നെ. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. താങ്കൾ തന്നെ പറഞ്ഞു എവിടെ ഏജ് വെച്ചത്. ഇവിടെ ഞാൻ എന്തായാലും ഒരു നിയമത്തിൽ ഗുഹ്യഭാഗത്തിൽ എന്തായിരുന്നു മറ്റേ ഗുഹ്യഭാഗത്തിൽ രോമം വരുന്നവരെ ഒരു നിയമം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊരു അപ്പോസ്റ്റലും തന്നിട്ടില്ല. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണത്തിലിട്ടൊന്നും തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. ഓക്കെ, പറയാം. ഇതിനിപ്പോ ഗുഹ്യരോമത്തെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പൊ താങ്കളുടെ മകള് 7 വയസ്സായി, 7 വയസ്സുള്ള ഒരു കൊച്ചിനെ അറിയത്തില്ലേ കാര്യങ്ങളും. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത് ചങ്കിച്ചേ. ഇത് നിന്നെ അറിഞ്ഞോണ്ടിരുന്ന നീ ഇന്നിപ്പോ വലിയ ആള് കളിക്കാൻ വരുന്നത്. നീ ചളിയടിച്ച് നീ ഒരു വഴിയെ പോയവനല്ലേ നീ. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നു മോനെ, നീ എനിക്ക് ഇനിയിപ്പോ നിന്റെ ലെവലിലേക്ക് എനിക്ക് താഴാൻ സാധിക്കില്ല. ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി വന്ന, പക്ഷെ നീ അതിനെ വേറൊരു ലെവലിലേക്ക് തിരിച്ചു കാണിച്ചു. ഞാനിവിടെ കൃത്യമായിട്ടുള്ള വചനം വെച്ചാണ് സംസാരിച്ചതും അതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്നതെന്നും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ നിനക്കത് നൊന്തെങ്കിൽ അത് എന്റെ കുറ്റമല്ല. നീ ആ നൊന്ത് എന്തുകൊണ്ടാണ് എനിക്ക് നൊന്തെന്നുള്ള ചിന്തിക്കുക, ആ തെറ്റ് തിരുത്തുക. അതേ എനിക്ക് പറയാനുള്ളൂ. സഹോദരനായി തന്നെ കണ്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും, പക്ഷെ ഈ തെറ്റ് നിന്നിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അറിവ്. നിന്നിലെ തെറ്റുകൾ കൂടെ നിന്നുകൊണ്ട് അത് കുഴപ്പമില്ലടാ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് സാധിക്കില്ല. ഞാൻ പറയാടാ, നിന്നിൽ ഈ തെറ്റുണ്ട്,
നീ ഇങ്ങനെയാണ് പോകുന്നത്, നിനക്ക് അത് തിരിച്ചറിവില്ലെങ്കിൽ ഞാനിത് പറഞ്ഞു തരുവ. ശക്തമായ വീടുകളിൽ കഴിഞ്ഞ 3 വർഷമായി പറഞ്ഞു തന്നിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് നശിപ്പിക്കുന്ന കൊലപാതകളായിട്ട് നടക്കാതെ, സാത്താന്റെ ടൂളുകളായി നടക്കാതെ, വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന, യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർത്ത് വെക്കുന്ന ടൂളുകളായി മാറുക. അല്ലാണ്ട് ഇതിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോകുന്ന ടൂളുകളാകാതെ പിശാചിന്റെ ആൾക്കാരായി മാറാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അത് സ്നേഹം ഉള്ളതുകൊണ്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് നീ എന്ത് വേണേലും പറഞ്ഞു, എന്ത് വേണേലും വിശ്വസിച്ചോ, പൊക്കോളാനാ പറയാൻ പറ്റുള്ളൂ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു. അല്ലാണ്ട് നിനക്കത് മനസ്സിലായില്ലെങ്കിൽ എന്റെ കുറ്റമല്ല സഹോദര. നിനക്ക് ഈ വെളിച്ചം നിന്റെ തലയിൽ കയറുന്ന അത് എന്റെ കുറ്റമല്ല. ഓക്കെ, ഇനിയിപ്പോ നീ എന്ന് പറഞ്ഞാലും എനിക്ക് ചെറ്റ് ആ ചെറ്റയ്ക്കുള്ളത്, ആ ചെറ്റ എടുത്തോണം.